ആധ്യാത്മിക കർമ്മങ്ങൾക്കൊപ്പം സാമൂഹിക മാറ്റങ്ങൾക്കായി വിപ്ലവകരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ വൈദികനാണ് വിശുദ്ധ പദവിയിലേക്ക് വരുന്ന ചാവറയച്ചൻ. പ്രവർത്തന മണ്ഡലമായ മാന്നാനം ആശ്രമ ദേവാലയത്തോട് ചേർന്ന് സംസ്കൃതം സ്കൂൾ തുടങ്ങിയതും കത്തോലിക്ക പ്രസ് സ്ഥാപിച്ചതുമൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടും. മാന്നാനംകുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ പഴയ കെട്ടിടമാണ് കത്തോലിക്ക സഭയിലെ പ്രഥമ സ്കൂൾ. ഉന്നത കുലജാതർക്ക് മാത്രമായി സംസ്കൃത വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തിയ കാലത്തായിരുന്നു വിപ്ലവകരമായ മാറ്റത്തിന് ചാവറയച്ചൻ തന്റെ ഇടം കാട്ടിയത്. വിലക്കുകളെ അവഗണിച്ച് 1846 സംസ്കൃത വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു. ജാതിമത ഭേദമന്യേ ആർക്കും ഇവിടെ വിദ്യാഭ്യാസം നടത്താമെന്ന് ചാവറയച്ചൻ പ്രഖ്യാപിച്ചു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലത്ത് അവർക്ക് താമസിച്ചു പഠിക്കാനുള്ള അവസരവും ചാവറയച്ചൻ ഒരുക്കി. ഇതേ വർഷം തന്നെയാണ് മാന്നാനത്ത് അദ്ദേഹം ഒരു അച്ചടിയന്ത്രം സ്ഥാപിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയസ്ഥമാക്കിയ അച്ചടിയന്ത്രത്തിന്റെ മാതൃക വാഴപ്പിണ്ടിയിൽ നിർമ്മിച്ച ശേഷം മരപ്പണിക്കാരനെ കൊണ്ട് പുനർനിർമ്മിക്കുകയായിരുന്നു. ഇതിന്റെ പേരിൽ വാഴപ്പിണ്ടി പ്രസ് എന്ന് അച്ഛനെ പരിഹസിച്ചവരുമുണ്ടായിരുന്നു. അദ്ദേഹം ഒരാളെയും കൊണ്ടാണ് പോയത്. പക്ഷേ ചാവറ കുര്യാക്കോസ് ഏലിയാസിനെ മാത്രം അനുവദിച്ചു. അദ്ദേഹം അതിനകത്ത് കയറി ഇതെല്ലാം പഠിച്ചു. തിരിച്ച് മാന്നാനത്ത് വന്ന ശേഷം ഒരു വാഴപ്പിണ്ടി എടുത്ത് വാഴപ്പിണ്ടിൽ അതിൻ്റെ മാതൃക ഉണ്ടാക്കി. അതിനുശേഷം ഒരു മരയാശാരിയെ കൊണ്ടുവന്ന് ആ മാതൃക കാണിച്ചു കൊടുത്ത് ഒരു പ്രസ് ഉണ്ടാക്കി. തമിഴിൽ നിന്ന് വിവർത്തനം ചെയ്തതും ചാവറയച്ചൻ്റെതായ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതുമായ ജ്ഞാനപീയൂഷമാണ് ഇവിടെ നിന്നും ആദ്യം പ്രസിദ്ധീകരിച്ചത്. പത്രമുത്തശ്ശിയായ ദീപിക ദിനപത്രം നസ്രാണി ദീപിക എന്ന പേരിൽ പുറത്തിറങ്ങിയതും ഇവിടെ നിന്നാണ്. പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണമെന്ന ചാവറയച്ചൻ്റെ നിർദ്ദേശം വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കും നാന്ദി കുറിച്ചു. റിപ്പോർട്ടർ, കോട്ടയം.